സിമി ആമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞൊരു ഞായറാഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിൽ ഓണാഘോഷ പരിപാടിക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. ഇത് ഓൾട്ടർ ചെയ്യുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള ബാഗൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിയതൊരല്പം താമസിച്ചു. 10 മണിക്ക് ചെല്ലണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ 10:30 മണിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് മൊബൈലിൽ തന്നെയാണ് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രൈവറ്റ് ടാക്സി നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പബ്ലിക് ടാക്സി ആണെങ്കിൽ ഒരു സൈഡ് തന്നെ 15 ദിറംസ് എങ്കിലും കൊടുക്കണം. ഇതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 20 ദിറംസിൽ നിർത്താം. അൽസഹ്റ ചിൽഡ്രൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് 2013 തുടങ്ങിയതാണ്. 2014 15 ആണ് ഞാൻ എൻ്റെ മോളെ അവിടെ ചേർക്കുന്നത്, ഒരു സ്പ്രിംഗ് ക്യാമ്പിന്. അന്ന് മുതലേ ഉള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. എവിടെയും പറഞ്ഞതിനേക്കാൾ 5 മിനിറ്റ് മുന്നേ എത്താൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇന്ന് അരമണിക്കൂർ ലേറ്റായല്ലോ എന്നുള്ള വിഷമത്തിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. ഗസ്റ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഗസ്റ്റായിട്ട് വന്നത് സിനിമാ നടൻ ഭീമൻ രഘു ആണ്. ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുവരാനായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത് ഏഷ്യാനെറ്റിൽ മുന്നേ വർക്ക് ചെയ്തിരുന്ന ജോബി വാഴപ്പള്ളി എന്ന് പറയുന്ന ആളാണ്. ആ സമയത്ത് എത്തിയത് കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് ഫുള്ള് വീഡിയോ എടുത്ത് ഇങ്ങനെ പോയപ്പോഴേക്കും ബാക്കിലാണ് ഞാൻ ചെന്ന് ഇരുന്നത്. പക്ഷെ അതൊരു അബദ്ധമായി പോയെന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ മനസ്സിലായി. സ്കൂളിലൊക്കെ പോകാറുണ്ടോ? എത്രാം ക്ലാസ് വരെ ആയി? 82. മോളോ ഗ്രേഡ് 1, ഗ്രേഡ് 2 മോളോ? ഓ അതൊക്കെ ചെയ്യും. അവളെ വിളിക്ക്. അൽസഹ്റയുടെ ഈ ഓണം സെലിബ്രേഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ദൈവത്തിനെ പറ്റി 2 വാക്ക് പറയണം. ഞാൻ പാടാം. നിങ്ങളെ പോലെ ഒരാളാണ്, അല്ലാതെ ഒരു ഗസ്റ്റായിട്ട് തന്നെ കരുതുന്നത്. അപ്പം ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിയാണ് നമ്മളെ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ മനസ്സിൽ കാണുക അല്ലെ? അങ്ങനല്ലേ എല്ലാവരും? വിഘ്നേശ്വരനാണ് എല്ലാം പറഞ്ഞത്. വിഘ്നേശ്വര നാളികേരം നിന്റെ തൃക്കാൽക്ക് ഉടയ്ക്കുവാൻ വന്നു, തുമ്പിയും കൊമ്പും കൊണ്ടടിയുണ്ട്. അതുപോലെ റിയാനുണ്ട്, അദ്വിത, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. ഇന്നും നമ്മുടെ അങ്ങനെ അവിടുത്തെ കുട്ടികളും ചില പാരൻസും ഒക്കെ ചില പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വർക്കിംഗ് ലേഡീസ് ആയതുകൊണ്ട് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്താണ് ഇത്രയും മനോഹരമായിട്ട് ഇതൊക്കെ അവതരിപ്പിച്ചത്. പ്രോഗ്രാമുകളെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പുറകിലിരുന്നത് കൊണ്ട് എനിക്ക് നല്ല വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമോ എന്നുള്ളത് കൊണ്ടാണ് കൂടുതലൊന്നും എടുക്കാനായിട്ട് നിൽക്കാത്തതും. ഈ ഓണാഘോഷത്തിൻ്റെ സദ്യയുടെ കറികളൊക്കെ എല്ലാവരും കുറച്ചായിട്ട് വീടുകളിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. 200ഓളം ആളുകൾ ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയ കാര്യമല്ലേ? ഈ ഒരു കൊച്ചു സ്ഥാപനത്തിൻ്റെ വലിയൊരു വളർച്ചയല്ലേ അത് കാണിക്കുന്നത്? ഞങ്ങളിരുന്നത് ഏറ്റവും അവസാനം എല്ലാവരും കഴിച്ചതിന് ശേഷമായിരുന്നു.
ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സും ഞങ്ങളുടെ മക്കളെ സ്പ്രിംഗ് ക്യാമ്പിനാണ് അവിടെ ചേർക്കുന്നത്. അന്ന് മുതലുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അന്ന് മുതൽ അവിടുത്തെ എന്ത് ഫംഗ്ഷൻ എന്നെ വിളിച്ചാലും ഞാൻ പോകാറുള്ളത് പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവളും വരാറുണ്ട്. അങ്ങനെ ഓണാഘോഷം അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. സദ്യയും അടിപൊളിയായിരുന്നു. അങ്ങോട്ട് പോയ ടാക്സി തന്നെ വീണ്ടും വിളിച്ച് ഞാൻ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.